ഹലോ ഹായ് കൂട്ടുകാരി, എന്നെ കഴിഞ്ഞ് ഞെട്ടണ്ട. രാവിലെ എഴുന്നേറ്റാൽ എണീക്കണോ, എന്ത് വേണമെന്നുള്ള കുറേ ആലോചനയിലാണ്. ഇന്നിപ്പോൾ എല്ലാത്തിനും വയ്യാതായിട്ടുണ്ട്. അതിൻ്റെ ഒരു ടെൻഷനും ഉണ്ട് എനിക്ക് കേട്ടോ. കണ്ണുപോയേ നോക്കട്ടെ, കണ്ണ് നോക്കട്ടെ. മൂക്കിനാൻ തുടങ്ങി. കണ്ണെന്ത് നീരുണ്ടല്ലോ, എന്തോ ഒരു വയ്യായികയുണ്ട്. ഗുളിയെടുത്ത് കഴിക്കണേ. ഇന്നെല്ലാത്തിനും വയ്യ കേട്ടോ. എനിക്കും ചേട്ടന് പനി, മോക്ക് ഒരു വയ്യായിക, കണ്ണ് തുറക്കാൻ വയ്യ, എന്തൊക്കെയോ പ്രശ്നമാണ്. ഞാൻ സൗണ്ട് കൊടുത്തങ്ങ് എടുക്കുക കേട്ടോ. എനിക്ക് ഡബ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. തൊണ്ട ഇന്ന് മുറിഞ്ഞ് രാവിലെ, അതുകൊണ്ട് ബ്ലഡ് വന്നു. എന്താണെന്നറിയാൻ വയ്യ. പിന്നെ പെട്ടെന്ന് ചേട്ടൻ ചൂടുവെള്ളം കൊണ്ടുവന്ന് ചൂടുവെള്ളം കുടിച്ച് അതിങ്ങനെ ഒരു കുരുപ്പ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നേ, അത് പൊട്ടി വരുമെന്ന് പറഞ്ഞു. അതാന്ന് തോന്നുന്നു. കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ മാറും. അതെങ്ങനെയാണ്, എനിക്ക് ഇടയ്ക്ക് ഞാൻ അസുഖം തോനെ കൂടി വരും, ഇച്ചിരി കഴിയുമ്പോൾ മാറും. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് ഇടയ്ക്കേ ഉള്ളിട്ട് ഇത്രയും കൂടുതലില്ലാതെ വലിയ കുഴപ്പമില്ല. ഈ ഫാനിൻ്റെ സൗണ്ട് കൂടെ ആകുമ്പോഴും ഒന്നും കേൾക്കുന്നുണ്ടോ? ചില ദിവസം വേദനകളെല്ലാം കുറവായിരിക്കും, ചില ദിവസം എൻ്റെ പൊന്നെ എല്ലാവരും കൂടെ ഒന്നിച്ചും കയറി വരും. പിന്നെ സഹിക്കാൻ പറ്റുന്നില്ല, എന്തോ ചെയ്യാനാ. പഴങ്ങളെല്ലാം ഇരുന്ന് കൊട്ടയും ഒരുമാതിരിയായി. ഞാൻ അങ്ങനെ കഴുകാനായിട്ട് കൊണ്ടുവച്ച്. കൊട്ടയ്ക്കകത്തെ ഈ എന്താ പറയുന്ന 2-3 മാതളം അളിഞ്ഞു കിടന്നു. അത് കണ്ടില്ലായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ കഴുകിയത് അവിടെ വെച്ച് കാണിച്ചു തരാം. മഴയായതുകൊണ്ട് എന്നും കുറേ തുണിയുണ്ട് കഴുകാൻ. എല്ലാ ദിവസവും കഴുകും, എന്നാലും തുണി ഇഷ്ടം പോലെ ഉണങ്ങുന്നതുമില്ല. കൊട്ട കഴുകി വെച്ച്. പക്ഷേ അക്കും ചക്കും ഇനി ഇറക്കി വിട്ടാൽ കൊട്ടയ്ക്കകത്തും ചാക്കിനകത്തും കിടന്ന് മറിയും. പിന്നെ അവരുടെ കൂടെ പോകത്തില്ല. അതുകൊണ്ട് ഞാൻ അതിനെ അവൻ ചാക്ക് കണ്ട അത് കയറ്റാൻ പറ്റത്തില്ല, ഭയങ്കര പൊടി കാരണം. അവനുണ്ട് കിടക്കാൻ, എന്നാലും അവന് ചാക്ക് കണ്ട അതിൽ കുറച്ച് ലൈസോൾ വെച്ച് കൊടുക്കും. നമുക്കില്ല, അത് വൃത്തിയാക്കുമ്പോഴേ പൂൻ്റെയും ചക്കയുടെയും എന്തുവാ കൂട് ഭയങ്കര സ്മെല്ല്. രാവിലെ ആകുമ്പോഴേ തുണിക്കകത്തൊക്കെ മൂത്രം വെച്ച് വെക്കും. അതാ പകൽ വലിയ കുഴപ്പമില്ല, രാത്രിയിലാണ് ഇവന്മാരുടെ പണി മൊത്തം. പകൽ മൊത്തം ഉറക്കും. കറമ്പന് ഫുഡ് കൊടുക്കുന്നു, അതിൻ്റെ വളമാണ് കേൾക്കുന്നത്. കറമ്പന് കിട്ടുന്നിടം വരെ ഇങ്ങനെ കറഞ്ഞുകൊണ്ടേയിരിക്കും, പോകത്തില്ല. അവന് വിശന്നിട്ടാണ് രാവിലെ. വേറെ ചോറൊക്കെ ഇട്ട് കൊടുത്താൽ അവൻ തിന്നത്തില്ലുണ്ട്. എൻ്റെ കറമ്പായിട്ട് നിന്ന് കഴിക്കുന്നുണ്ട്. കൂട് വൃത്തിയാക്കാൻ തുടങ്ങി. അമ്മ ലൈസോൾ തോനെ വെച്ചിട്ടുണ്ട്. അത് വെച്ചാൽ കൂട് കഴിയും, നല്ല മണം വരുന്നില്ല. ആ തുണി ഞാൻ കളഞ്ഞേരാ, വേറെ തുണി ഇടേ. അവിടെ ഇരുന്ന് കഴിക്കുന്നതാ. ഇച്ചിരിയൊക്കെ തിന്നത്തോളൂ, പക്ഷെ കാണുമ്പോഴേക്കും തോനെ വാരി തിന്നുന്നു. അവളങ്ങതുകൊണ്ട് ഉണങ്ങി ചുക്കടിച്ച് വരുന്നു. കറമ്പനും ഫുഡ് കിട്ടിയാൽ പിന്നെ പൊയ്ക്കോളും. ഇനി കരയുക, അമ്മ എന്തെങ്കിലും പറയുക. അപ്പോൾ ഇവരുമായിട്ടൊക്കെ നല്ല ചേർച്ചയായി. കാര്യം ഇപ്പോൾ ഇവർക്കറിയാം സ്ഥിരം ഇവിടെ ഫുഡ് കഴിക്കാൻ വരുന്നതാണെന്ന്. അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് വലിയ ആദ്യമൊക്കെ ഭയങ്കര ചീറലായിരുന്നു അക്കുമായിട്ട്. അക്കു കഴിക്കാൻ വരുവാണ്. എടുത്ത് കഴിയിടാ, അവൾ മാറി തരുമല്ലേ. നീ ഇന്ന് മാറിക്കൊററി, എൻ്റെ കൊച്ചുകൂടെ കഴിയിട്ടിക്കട്. സുങ്കക്കുട്ടി കഴിക്കട്ട്. അതിന് കുറച്ച് ജട വളർന്നിങ്ങനെ ഇറങ്ങി കിടപ്പുണ്ട് താഴോട്ട്. 2 ദിവസം GP-യിലെങ്കിൽ അതങ്ങ് കെട്ടും കേട്ടാ. അങ്ങനെ എന്തുവാ, നമ്മളെ മുടിയൊക്കെ ജട പിടിക്കത്തില്ല, അത് കണക്ക് ജട പിടിക്കും. എല്ലാവർക്കും ഇനി കറമ്പം പോകുന്ന സങ്കടമാണ്. അതുവരെ നോക്കത്തില്ല. പോകാൻ നേരം പോയി എത്തി നോക്കും. കണ്ട, അയ്യോ പോന്നോ, അയ്യോ പോവല്ലേ എന്ന്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കറമ്പന്. നമ്മളെ അപ്പൂനെക്കാട്ടി ഭയങ്കര ഇഷ്ടമാണ് കറമ്പന്. ഇഷ്ടമാണ്. പക്ഷെ കറമ്പ അടുത്ത് വന്നാൽ അങ്ങനെ ചെല്ലത്തില്ല. ദൂരെ ഇരുന്ന കറമ്പനെ എത്തി നോട്ടവും സൈറ്റടിയൊക്കെയാണ് നമ്മളെ ചക്കിയുടെ സ്ഥിരം പരിപാടി. ചക്കിപ്പെണ്ണേ കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഈ എത്തി നോട്ടം. അതാണ്ട കറമ്പ അവിടെ ഇരിപ്പുണ്ട്. മഴയായിട്ട് 2 പുതിയ ചാക്ക് മേടിച്ചു കേട്ടോ. ഇതാണെങ്കിൽ വിലക്കുറവാണ്, പക്ഷെ കഴുകിയെടുക്കാൻ പാടാ. 65 രൂപയായിരുന്നു. കഴുകിയെടുക്കാൻ പാടാ, അതാ ബുദ്ധിമുട്ട്. കഴുകുമ്പോൾ ഇതങ്ങ് പിന്നിപ്പോകും കേട്ടോ. അങ്ങനെ ഇങ്ങ് മാറ്റി. മഴയായതുകൊണ്ട് ഒരു സ്മെല്ലായിരുന്നു.
ഞാൻ അതുകൊണ്ട് അതങ്ങ് മാറ്റി. ചേട്ടൻ കണ്ടാൽ വഴക്ക് പറയും, മഴയത്ത് ഒന്നും ഉണങ്ങുന്നില്ല. എല്ലാത്തിനും വഴക്ക് പറയുന്നതല്ല കേട്ടോ, കാര്യമാണ് പറയുന്നത്. ഞാൻ പിന്നെ വഴക്കുറയെന്നാണ് പറയുന്നത്. മഴയായതുകൊണ്ട് ശരിയാണ്, ഷീറ്റുകളൊക്കെ ഉണങ്ങാൻ പാടാണ്. പക്ഷെ എന്നാലും എനിക്ക് റൂമിലിട്ടാൽ നമുക്കൊരു സ്മെല്ല് പോലെ തോന്നത്തില്ല. ഒരാഴ്ചയൊക്കെ ആകുമ്പോഴേ ഞാനങ്ങ് മാറ്റും. അതിനാണ് ചേട്ടൻ പറയുന്നത്. എനിക്ക് വയറ് വിശക്കുന്നു, ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ചേട്ടന് പനിയാന്ന് പറഞ്ഞില്ലേ, അപ്പോൾ കടയിൽ നിന്ന് 2 അപ്പം മേടിച്ചിട്ടാന്ന് പറഞ്ഞ് പോയിട്ട് ആളിനെ ഇതുവരെ കണ്ടില്ല. എനിക്ക് ഇന്നലെ വേറൊരു ഗുളികയും കൂടെ കഴിക്കാനുണ്ടായിരുന്നു. അതിൻ്റെയാണോ ക്ഷീണമെന്ന് അറിയാൻ വയ്യ. എന്തായാലും നല്ല ക്ഷീണം. വലിയ പൈസയും ആർഭാടമൊന്നും ഇല്ലെങ്കിലും കഞ്ഞിയാണെങ്കിൽ ഞങ്ങൾ പരസ്പരം അടിയും കൂടി സന്തോഷമായിട്ട് മുന്നോട്ട് പോകും. അത് അപ്പമാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞു. നോക്കട്ടെ, അപ്പോൾ വാങ്ങിച്ചത്. ഒരാൾക്ക് തീരെ വയ്യ കേട്ടോ. മോള് കഴിയുമ്പോൾ പല്ല് തേച്ചില്ല, അടച്ചു പോയി, അല്ലെങ്കിൽ തണുത്ത് പോകും. അപ്പോൾ മോള് കഴിക്കട്ടെ. ചേട്ടനും വയ്യ കേട്ടോ, ചേട്ടനും പനി പിടിച്ചു, വയ്യാണ്ടായിരിക്കുകയാണ്. എന്തറിയാതെ കിഴങ്ങറിയാം, കടലയല്ല കിഴങ്ങ്. എന്താ ഗുളിക എടുത്ത് കഴിയട്ടോ, കഴിക്കട്ടെ. ചായ വേണോ? പാല് വേണോ? അപ്പോൾ ചേട്ടൻ ചായയും പാലും ഒക്കെ ഇടാനായിട്ട് പോകുക. ഇനി ഞാൻ കഴിക്കട്ടെ. പ്ലേറ്റ് എടുക്കാമെന്ന്. ഇത് കഴിയ പ്ലേറ്റല്ലേ, ചൂടുവെള്ളത്തിൽ ഒഴിച്ച് കഴിയുമല്ലോ. ചായ ഇട്ടുണ്ടോ, അപ്പോൾ ഞാൻ കഴിക്കാതെടുക്കട്ടെ. ഏതാടി അപ്പം? ഞാൻ 3 അപ്പം എടുത്തിട്ടുണ്ട്. ഞാൻ കറിയും കൂടെ എടുക്കാം. കറി കൂട്ടാൻ പറ്റുമോ? എരിയുണ്ടോ നമ്മളെ? എരിയാണെങ്കിൽ കൂട്ടാൻ പറ്റത്തില്ല, എരി ഇല്ലെങ്കിലേ കൂട്ടാൻ പറ്റും. കുറച്ച് കറി മതി. ഈ ഇരുത്തം കണ്ട് പേടിക്കണ്ട കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ദേഹം കുഴഞ്ഞങ്ങ് വീണതാണ്. അത് കുറച്ച് നേരം കഴിയും ഒന്ന് തെളിയാനായിട്ട്. തെളിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് തെളിയും, കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്കൊരു വീഴ്ച ഉണ്ടെന്ന് ഞാൻ പറയാറില്ലേ, അതിൻ്റെ ഭാഗമായിട്ടാണ്. കഴിച്ച് ഒരു ക്ഷീണമൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ. മോളവിടെ തൂക്കാനൊക്കെ പോകുന്നു, കാണിച്ചത്. അങ്ങനെ തൂത്ത് തീർന്നു. ഇനി ഞാൻ പുറമൊക്കെ കഴുകിയിട്ട് വന്നു കേട്ടോ. പുറമൊക്കെ കഴുകി ഇവിടെയൊക്കെ മോളെ തൂത്തിട്ടായിരുന്നു. അപ്പം മോളെ കാണിച്ചു തരാം. മോൾക്ക് വയ്യ കേട്ടോ, ഭയങ്കര പനി. അതാണ് എനിക്കൊരു സങ്കടം. എന്തോ ചെയ്യാനാ. മോളെ അമ്മയായി കിടക്കാൻ തുടങ്ങിയിട്ട് ഭയങ്കര ക്ഷീണമാണെന്ന് തോന്നുന്നു. കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞു രാവിലെ അപ്പം മേടിച്ചത്, ഉച്ചയ്ക്ക് തീരുമാനിച്ചിട്ടില്ല. കഞ്ഞി ചേട്ടൻ കുറച്ച് വെച്ചിട്ട് വെച്ചിട്ടുണ്ട്. എനിക്കിനി ഓട്സാണ്. അപ്പോൾ നമ്മളെ എന്നിട്ട് വാ പനി പിടിച്ചു കിടക്കുന്നു. പിന്നെ കുറച്ച് നേരം മോളെ കൊഞ്ചിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. ഓക്കെ, ബൈ.